ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഓരോ മനുഷ്യനുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ നമ്മുടെ മോഹൻലാൽ സാറിനെ ഞാൻ കാണാനിടയായി. അദ്ദേഹം എത്ര ഹമ്പിളായിട്ടാണല്ലോ നമ്മളൊക്കെ പെരുമാറുന്നത്. എനിക്ക് അറിയണില്ല. കാര്യം എൻ്റെ സുഹൃത്തുക്കളോടും എല്ലാവരോടും വളരെ എന്താ പറയുക, വളരെ നന്നായിട്ട് അദ്ദേഹം പെരുമാറുന്നതും അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കാനൊക്കെ പറ്റി എൻ്റെ വളരെ സന്തോഷത്തിലാണ് ഞാൻ. കാര്യം എന്താ വെച്ചാൽ ഇതുപോലെ ഒരുപാട് നടന്മാരെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത്രയ്ക്കും എന്താ അറിയില്ല. പക്ഷേ ഇപ്പോൾ മമ്മൂക്കാനാണെങ്കിലും മമ്മൂക്കാൻ്റെ ഒക്കെ ഇപ്പോൾ ഒരുപാട് യാത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് പീക്ക് ലെവലാണ് അല്ലേ. ഭയങ്കര, അതായത് എന്നെ പറയും, ഞാൻ സിനിമേനെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നതും ഇതിനോടൊക്കെ താല്പര്യമുള്ള വ്യക്തി ആയതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നൊന്നുമില്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം എക്സൈറ്റ്മെൻറ്റാണ്. അങ്ങനെ ലാലേട്ടൻ എന്ന് പറയുന്നത് എന്താ അദ്ദേഹത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്യാനും ഒരു ഫ്ലാറ്റിൽ താമസിക്കാനൊക്കെ പറ്റിയത് വളരെ സന്തോഷം. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെയൊക്കെ വളരെ എനിക്കത് പറയാൻ വാക്കുകളില്ല. പെട്ടെന്നാണ് കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നു. അതൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആ സ്വപ്നമൊക്കെ നടക്കുന്നതെന്ന് വിചാരിക്കും. എല്ലാം ഒരു സ്വപ്നമാണല്ലോ, എന്താ അറിയില്ല. അങ്ങനെയുള്ള നടന്മാരും എല്ലാം സ്വപ്നത്തിൽ വന്നു പോകണം. ഞാൻ അങ്ങനെ ഒരിക്കൽ ആസിഫ് അലി എന്ന് പറയുന്ന നടനെ ഇതേപോലെ ഞാൻ കണ്ടായിരുന്നു. ആസിഫ് അലിക്കല്ലേ, ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തലവൻ സിനിമ. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഞാൻ സ്വപ്നം കാണുമായിരുന്നു ആദ്യം. അങ്ങനെ എൻ്റെ ലൈഫിൽ അദ്ദേഹത്തിനോടൊപ്പം ഫോട്ടോ എടുക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. റിയലായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ കല്യാണത്തിന് എന്നെ ക്ഷണിക്കുന്നതോ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. അങ്ങനെ പല സംഭവങ്ങളിലൂടെ ഞാൻ സ്വപ്നം കാണലുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ആഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള ഓരോ സ്വപ്നങ്ങളും അല്ലേ, എല്ലാവരും ഉണ്ടാവും. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളും ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കാം. എല്ലാവരുടെ സ്വപ്നങ്ങളും നടക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. സ്വപ്നങ്ങളാണല്ലോ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ ജീവിച്ചു പോകണം അല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.